ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോ സങ്കടത്തോടു കൂടിയാണ് ശ്യാമ സംസാരിക്കുന്നത്. അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നിനക്ക് അന്ന് താലി കെട്ടുന്ന സമയത്ത് എനിക്കറിയായിരുന്നു നീ ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്നവളാണെന്ന്. ആ സങ്കടത്തിൽ കൂടി ഞാൻ നിന്നെ താലി കെട്ടിയപ്പോ നിനക്ക് ഒരു തവണ പോലും പറയാൻ തോന്നിയില്ലേ ഞാൻ ഒളിച്ചോടി പോയവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണെന്ന്? അപ്പോ അവൾക്ക് മറുപടി ഒന്നും ഇല്ലാതെ അവൾ കരയാണ്. അപ്പൊ ശ്യാമ സങ്കടത്തോടെ ദേഷ്യത്തോടെ ചോദിക്കാണ്, ഓരോ നിമിഷവും നീ എനിക്ക് മരുമകനല്ല മകനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നിന്റെ അമ്മ പോലും ഒരു തവണ പോലും എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ശ്യാം, അങ്ങനെയല്ല ശ്യാം. അപ്പോഴേക്കും പുറത്ത് രാധിക വന്ന് കേൾക്കുന്നുണ്ട്. അകത്ത് എന്തൊക്കെയാ സംഭവിച്ചെന്ന് അവൾക്കും അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അവിടെ ആരും ഇല്ലെന്ന് അറിഞ്ഞപ്പോ അവൾ അവരുടെ വാതിലിന്റെ പുറത്ത് വന്നിട്ട് ചെവിയോർത്ത് കാതോർത്ത് കേട്ട് നിൽക്കുകയാണ്. അപ്പൊ ശ്യാം സങ്കടത്തോട് ചോദിക്കാണ്, നിങ്ങളുടെ മുഴുവൻ കുടുംബവും എന്നെ എന്നെ ഇങ്ങനെ ഒരു പൊട്ടനാക്കി പറ്റിച്ചില്ലേ? ഇല്ല ശ്യാം, അങ്ങനെയല്ല ശ്യാം. ഷേ, ഞാൻ വെറും ഒരു പൊട്ടനായി പോയല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഓടി ഓടി ഇപ്പൊ പോലും ദാ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇപ്പൊ തന്നെ നോക്ക്, ആരോ ആരോ ഒരുത്തരെ കല്യാണത്തിന് വേണ്ടി മാല വാങ്ങിയിട്ട് വന്ന് നിൽക്കുക. അപ്പോ രാധിക പുറത്തുനിന്ന് ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ മാല എന്നൊക്കെ പറയുന്നത്? കയ്യിൽ വരുന്ന സമയത്ത് ഒരു ബാഗും കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര വലിയ മണ്ടനാണെന്ന് നോക്ക് ഞാന്. അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സൗപർണിക കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്യാം ശ്യാം എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ദു, ഇന്ദു, അവള് പോലെ എന്നെ പറ്റിച്ചില്ലേ? അത് കേട്ടപ്പോ രാധിക വാപൊത്തി ചിരിക്കുകയാണ്. കാരണം ഇന്ദുവിന് ഒരു മുട്ടം പണിയാണ് താൻ കൊടുത്തതെന്ന് അവൾക്ക് ബോധ്യായി. അപ്പോൾ ശ്യാമ സങ്കടത്തോടെ സൗപർണികയോട് പറയുന്നുണ്ട്, അവളെ അവളെ ഞാൻ എൻ്റെ കൂടെ പറഞ്ഞ ചേച്ചിയായിട്ടല്ലേ കണ്ടത്. അവക്ക് പോലും എന്നോട് ഇക്കാര്യം പറയണമെന്ന് തോന്നിയില്ലല്ലോ. സൗപർണിക കരഞ്ഞോണ്ട് കേട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും നിന്നെ എൻ്റെ തലയിൽ വെച്ച് കെട്ടിയാൽ മതിയെന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അത് തീരുമാനിച്ചുറപ്പിച്ച് എല്ലാവരും അവസാനം നിന്നെ എൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടി. ഷൺമുഖത്തിന് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ നിൽക്കുകയാണ്. രാധികയാണെങ്കിൽ അകത്ത് ശബ്ദമൊന്നും കേൾക്കാത്തത് കാരണം ഇങ്ങനെ കാതോർത്തു നിൽക്കുന്നുണ്ട്. ശ്യാം, അങ്ങനെയല്ല ശ്യാം, അങ്ങനെയല്ല ശ്യാം എന്നൊക്കെ സൗപർണിക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശ്യാമാണെങ്കിൽ അവന് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന മാലയടങ്ങിയ ആ ബാഗ് വലിച്ച് നിലത്തേക്ക് എറിയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുത്തിക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു മാലയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. അതും പറഞ്ഞിട്ട് അതവൻ നിലത്ത് വലിച്ചെറിയാണ്. ഷേ, എന്തിനായിരിക്കും എന്നാലും മാല വാങ്ങിച്ചത്? രാധിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്യാമിന്റെ നാവിൽ നിന്ന് തന്നെ അവളത് കേൾക്കുന്നത്. ഇന്ദുവിന് കല്യാണം ഞാൻ തന്നെ മുൻപിൽ നിന്നിട്ട് അത് ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടാണ് ഈ മാലയും വാങ്ങിയിട്ട് ഞാൻ പോവാൻ നോക്കിയത്. നോക്ക് എൻ്റെ ഒരു അവസ്ഥ. പക്ഷെ ഇന്ദുവിന് കല്യാണം എന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രമേ രാധിക കേട്ടുള്ളൂ. അവൾ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. എന്നെ ചെരുപ്പ് വെച്ച് അടിക്കണടി. അയ്യോ ശ്യാം, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കരഞ്ഞോണ്ട് സൗപർണിക ചോദിക്കുകയാണ്. അപ്പൊ രാധിക സ്വയം ചിന്തിക്കുകയാണ്, ഇതെന്താ ഇവൻ പറയുന്നത്? ഇന്ദുവിന് കല്യാണമെന്നോ? അയ്യോ, ഇവൻ ആകെ കൺഫ്യൂഷൻ ആക്കുവാണല്ലോ. ഇതെന്തൊക്കെ ഇവനെ വിളിച്ചു പറയുന്നത്? ഇന്ദുവിന് ആരുടെ കൂടെയാണ് കല്യാണം എന്നൊക്കെ രാധിക ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ശ്യാമ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുവാണ്. അപ്പൊ സൗപർണിക അവനെ തടയുന്നുണ്ട്. പ്ലീസ് ശ്യാം, പ്ലീസ് ശ്യാം, എങ്ങോട്ടേക്കാ പോകുന്നത്? നിന്നോട് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി നിന്നോട് എനിക്കൊന്നും പറയാനില്ല. ആ ക്ഷേത്രത്തില് നീലനും ഇന്ദുവും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, പുതിയ ചെറുക്കനും പെണ്ണുമായിട്ട്. അത് കേട്ടപ്പോൾ രാധിക ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അവളോടും നാല് വാക്ക് സംസാരിച്ചിട്ട് നിങ്ങളെ വഴിക്ക് വിട്ടിട്ട് ഇനി എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ വീട് വിട്ട് ഞാൻ പോവാൻ പോവാണ്. അവളോട് തൊഴുതുകൊണ്ട് ശ്യാമ് പറയാണ്, ഇല്ല ശ്യാം, അങ്ങനെ പറയല്ലേ ശ്യാം, പോവല്ലേ ശ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് സൗപർണിക അവനെ തടയാനാവുന്നതും ശ്രമിക്കുന്നുണ്ട്. ശ്യാം, പോവല്ലേ ശ്യാം, പ്ലീസ് ശ്യാം. അപ്പോഴേക്കും അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവന് ദേഷ്യത്തോടെ പറയാണ്, ഒരു കാര്യം പറയാം, നിനക്കും എനിക്കും ഇനി യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെ പറയല്ലേ ശ്യാം, പ്ലീസ് ശ്യാം എന്നൊക്കെ അവൾ പറഞ്ഞപ്പോഴേക്കും അവൻ പുച്ഛത്തോടെ പറയാണ്, നീ നിന്റെ ആദ്യത്തെ കാമുകന്റെ കൂടെ പോവുകയോ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാനിനി നിന്നോടൊന്നും ചോദിക്കില്ല സൗപർണിക, ഞാനിനി നിന്നോടൊന്നും ചോദിക്കില്ല. അതും പറഞ്ഞിട്ട് അവൻ അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് പോകുമ്പോഴേക്കും സൗപർണിക പിന്നീന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ശ്യാം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പക്ഷെ അതൊന്നും ഒരു മുഖവിലേക്ക് പോലും എടുക്കാതെയാണ് അവൻ പോകുന്നത്. ശ്യാമ് പുറത്തേക്ക് ഇറങ്ങി വരികയാണെന്ന് മനസ്സിലാക്കിയപ്പോ രാധിക വേഗം തന്നെ അവരുടെ വാതിൽക്കൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് അവർ കാണാതെ അവിടെ വേറൊരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു.
ശ്യാമാണെങ്കിൽ ദേഷ്യത്തോടെ വാതിൽ വലിച്ചു തുറന്ന് പുറത്തു പോവുകയും പിന്നാലെ തന്നെ സൗപർണിക അവനോട് കാല് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പോവല്ലേ പോവല്ലേ എന്നൊക്കെ. പക്ഷെ അവരുടെ കൈ തട്ടിമാറ്റി അവൻ മുന്നോട്ടേക്ക് പോവുകയാണ്. അവര് രണ്ടുപേരും കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ രാധിക സ്വയം ചിന്തിക്കുകയാണ്, ഇതെന്താ ക്ഷേത്രത്തിൽ കല്യാണം എന്നൊക്കെ പറയുന്നത്, ഇവന്റെ പിന്നാലെ പോയി നോക്കാം, എന്താ കാര്യം എന്നറിയാം. സൗപർണികയെ തട്ടി മാറ്റി വലിച്ചു നിലത്തിട്ടതിന് ശേഷം ശ്യാമ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ ബൈക്കിലേക്ക് കയറുകയാണ്. പിന്നാലെ വന്നിട്ട് സൗപർണിക അവനോട് പറയുന്നുണ്ട്, ശ്യാം പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ശ്യാം എന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ വണ്ടി എടുത്ത് പോവുകയാണ്. അവിടെ നിലത്തിരിഞ്ഞിട്ടാണെങ്കിൽ അവൾ കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുവാണ്. ആ സമയത്ത് ക്ഷേത്രത്തിലാണെങ്കിൽ പൂജാരി വന്നിട്ട് ചോദിക്കുകയാണ് താലി എവിടെയെന്ന്. അപ്പോൾ വേഗം തന്നെ നെക്ലേസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന താലി എടുത്തു കൊടുക്കുകയാണ്. മാല കൊണ്ടുവന്നിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ മാല കൊണ്ടുവരുന്നുണ്ട്, എങ്കിൽ പെട്ടെന്ന് തന്നെ മാല കൊണ്ടുപോവാ, എങ്കിൽ ഞാൻ ദൈവത്തിന്റെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് അർച്ചന കഴിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം, അപ്പോഴേക്കും ഞാൻ പോയിട്ട് താലി പൂജിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ താലിയായിട്ട് പോവാണ്. അപ്പോൾ പൂജാരി പോയപ്പോൾ ഡെക്ക് ചോദിക്കുകയാണ്, അല്ലടാ അളിയ ശ്യാമ് സമയത്തിന് മാല കൊണ്ടുവരുമോ? ഓ അതൊക്കെ കൊണ്ടുവരും, നീ ടെൻഷൻ ആവാതെ. അല്ല ശ്യാമ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ 4 തവണ മാലയായിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇതെന്താ ഇത്ര നേരമായിട്ട് കാണാത്തത്? ഡാ അളിയ എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്ക് പെട്ടതായിരിക്കും, നീ വെറുതെ ടെൻഷൻ ആവല്ലേ. എടാ ഈ റോഡ് സൈഡ് മുറിച്ചു കടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാലയുടെ കടയാണുള്ളത്, അവിടുന്ന് മാല വാങ്ങിയിട്ട് വരാൻ ഇത്രയും സമയം വേണോ? അതൊക്കെ കേട്ടപ്പോഴേക്ക് ഇന്ദുവിന്റെ നീലന്റെ മുഖം ആകെ ഒരു ടെൻഷൻ ആവാണ്. ഇന്ദു പറയുന്നുണ്ട്, അതുകൊണ്ടായിട്ടാ ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്ന്. അയ്യോ ഇന്ദു, ഒരു മാലയുടെ പേര് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഡെക്ക അവളെ ആശ്വസിപ്പിക്കുകയാണ്. നീലം പറഞ്ഞതുപോലെ ശ്യാം ഒരുപക്ഷെ ട്രാഫിക് ബ്ലോക്കിലോ മറ്റോ പെട്ടതായിരിക്കും. ഇനി അടുത്ത പ്രാവശ്യം പൂജാരി വന്നിട്ട് വീണ്ടും ചോദിക്കുമ്പോഴേക്കും മാല എത്തിയിട്ടില്ല എന്ന് പറയാനാക്കണ്ട, അതുകൊണ്ട് ഞാൻ പോയിട്ട് മാല വാങ്ങിയിട്ട് വരാം. അതും പറഞ്ഞിട്ട് നിയമോളെ നീലനെ ഏൽപ്പിച്ചിട്ട് ഡെക്ക് മാല വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ നീലൻ ഇന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അയ്യോ ഇന്ദു താൻ വെറുതെ ടെൻഷൻ ആവല്ലേ, ഡെക്ക് ഇപ്പോൾ മാലയായിട്ട് വരും. അപ്പോഴേക്കും പൂജാരി വീണ്ടും മാല അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡെക്കിനെ വേഗം വിളിച്ചു നോക്കുന്ന സമയത്ത് ഡെക്ക് മാലയായിട്ട് വരികയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ഡെക്ക് മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാലയും അതുപോലെ താലിയൊക്കെ പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ആ സമയത്ത് എല്ലാവരും കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ദുവിന്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് അവളുടെ കല്യാണ ദിവസമായിരുന്നു. നീലനെ താലി കെട്ടാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് നിയമോളെ കയ്യിലെടുത്തുകൊണ്ട് അവൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഇവൾക്ക് അമ്മയായിട്ട് ജീവിക്കാനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയായിരുന്നു അന്ന് നീലന്റെ കയ്യിൽ നിന്നും അവൾ താലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറന്നപ്പോൾ നീലൻ ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ദു ഇതിനു മുമ്പ് നമുക്ക് കല്യാണം നടന്ന സമയത്ത് നിയമോളെ കയ്യിലെടുത്തുകൊണ്ട് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമോൾക്ക് അമ്മയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന്. ഇപ്പോഴും തന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണോ ഉള്ളത്? അത് കേട്ടപ്പോൾ ഇന്ദുവിന്റെ മുഖത്തൊരു നാണം കലർന്ന പുഞ്ചിരി വന്നിട്ടുണ്ടായിരുന്നു. അവൾ മറുപടി പറയാണ്, ഇപ്പോ ഞാൻ കല്യാണം കഴിക്കുന്നത് നിയമോൾക്ക് വേണ്ടിയും അവളുടെ അപ്പയ്ക്ക് വേണ്ടിയുമാണ്. അത് കേട്ടപ്പോൾ നീലന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുവാണ്. അപ്പോൾ ഇന്ദു തലതാഴ്ത്തി നാണത്തോടെ പറയുന്നുണ്ട്, ഇത്തവണ ഞാൻ നീലേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കാനും നിയമോൾക്ക് അമ്മയായിട്ട് കൂടെ കൂടാനുമാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടു കൂടി പൂജാരിയെ കാത്തു നിൽക്കുവാണ് 4 പേരും. അപ്പോഴേക്കും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പൂജിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മാല എടുത്തിട്ട് 2 പേർക്കും കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടാൻ പറയാണ്. ഇന്ദുവും നീലനും പരസ്പരം മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുവാണ്. ആ സമയത്ത് സൗപർണികയാണെങ്കിൽ വേച്ച് മുറിയിലേക്ക് വന്നിട്ട് എങ്ങനെയൊക്കെയോ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ വീണ്ടും വീണ്ടും ശ്യാമിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കരഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്, ഫോൺ എടുക്ക് പ്ലീസ്. രുക്മിണി മുറിയിലേക്ക് പോകുമ്പോഴാണ് കാണുന്നത് ഹാളിൽ വെച്ചിട്ട് സൗപർണിക ആരെയോ കോൾ ചെയ്യാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അവൾക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല, കരയുന്നത് പോലെ തോന്നുവാണ്. പെട്ടെന്ന് അവർ സൗപർണികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സൗപർണിക കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളെ കണ്ടപ്പോൾ രുക്മിണി ആകെ പേടിച്ചുപോയി. രുക്മിണി അവളെ ഇങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സൗപർണിക 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 എന്താ പറ്റിയത്? പക്ഷെ അതൊന്നും അവൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവൾ വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, എന്താ പറ്റിയത്? പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക, നീ ആരെയാ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവസാനം സൗപർണികയുടെ മുഖത്ത് അടിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്, നിന്നോടാ ചോദിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ അവളൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ എന്താ മോളെ പറ്റിയത്? അമ്മ 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 ഞാൻ വലിയ തെറ്റ് ചെയ്തു അമ്മ എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ തലയ്ക്ക് തന്നെ സ്വയം അടിക്കുകയാണ്. അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാൻ വലിയ തെറ്റ് ചെയ്തമ്മ, വലിയ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. ആകെ പേടിച്ച് നിൽക്കുകയാണ് രുക്മിണി. അപ്പൊ അവൾ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് എനിക്ക് ശ്യാമിനെ കാണണം, എനിക്ക് ശ്യാമിനെ കാണണം. ഞാൻ ഫോണ് വിളിച്ച എടുക്കുന്നില്ലമ്മ, ഞാൻ പോവാണ്. അപ്പൊ അവളുടെ കൈകൾ ബലമായിട്ട് പിടിച്ചുകൊണ്ട് രുക്മിണി പറയാണ്, ഒരു മിനിറ്റ് നിൽക്ക് രാജേശ്വരി. രാജേശ്വരി വേഗം ഓടി വന്നിട്ട് എന്താ ചേച്ചി പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല, അവൾ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ സൗപർണിക കരഞ്ഞോണ്ട് പറയാണ്, അമ്മ എനിക്ക് ശ്യാമിനെ കാണണം. നിങ്ങൾ 2 പേരും വഴക്കുണ്ടായോ? എന്നിട്ടാണോ ശ്യാമ് പോയത്? ശ്യാം എവിടെയാ പോയത്? അമ്മ എന്നോടൊന്നും ചോദിക്കല്ലേ അമ്മ, എനിക്ക് ആദ്യം ശ്യാമിനെ കാണണം.
അയ്യോ ചേച്ചി, ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? ഈ അവസ്ഥയിൽ എന്തായാലും ഇവിടെ തനിച്ചു വിടാൻ പറ്റില്ല. രാജേശ്വരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പേഴ്സ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് രുക്മിണി അകത്തേക്ക് ഓടുവാണ്. എന്താ സൗബു, എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇല്ല ചെറിയമ്മേ, എനിക്ക് അദ്ദേഹത്തെ കാണണം. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും രുക്മിണി വന്നിട്ട് അവളുടെ കൈ പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് ശ്യാമാണെങ്കിൽ വളരെ വേഗത്തിൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടി നിർത്തിയതും വളരെ വേഗത്തിൽ തന്നെയാണ് അകത്തേക്ക് പോകുന്നതും. ശ്യാമിന് പിന്നാലെ ഒരു ഓട്ടോയിലായിട്ട് രാധികയും വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ തന്നെയാണല്ലോ ഇവ വന്നിരിക്കുന്നത്. രാധികയെ അകത്തേക്ക് പോവാണ്. ആ സമയത്ത് താലി കെട്ടാനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നീലനാണെങ്കിൽ ഡെക്കിനോട് ചോദിക്കുന്നുണ്ട്, എടാ അളിയാ, ശ്യാമിനെ കാണുന്നില്ലല്ലോ. എന്താന്നറിയില്ലടാ, നീയല്ലേ പറയ ട്രാഫിക് പെട്ടിട്ടുണ്ടാവുന്നു. ആ വന്നോട്ടെ, സമയമായിട്ട് എടുത്തിട്ട് വന്നോട്ടെ. അപ്പോഴേക്കും പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ചതിന് ശേഷം താലി എടുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, കാലാകാലം ഈ താലി ഇവളുടെ കഴുത്തിലുണ്ടാവണമെന്ന് ദൈവത്തിനെ പ്രാർത്ഥിച്ചതിന് ശേഷം താലി കെട്ടിക്കോളൂ. അതുപ്രകാരം നീലൻ താലി വാങ്ങിച്ചിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ദുവിന്റെ കഴുത്തിലേക്ക് കെട്ടാൻ ഒരുങ്ങുവാണ്. അവളുടെ കഴുത്തിന് മുന്നിൽ താലി കൊണ്ടുപോയി വെച്ചതും വളരെ ദൂരെ നിന്നും ശബ്ദത്തില് ശ്യാമിന്റെ ശബ്ദം കേൾക്കുകയാണ്. നീലകണ്ഠ. അത് കേട്ട സമയത്ത് ഞെട്ടിത്തരിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കുവാണ്. ശ്യാമിന്റെ വിളിയിൽ എന്തോ ഒരു അപകട സൂചനയുള്ളതായിട്ട് ഇന്ദുവിനും നീലനും തോന്നുന്നുണ്ടായിരുന്നു. കാരണം ശ്യാമിനെ ഇതിനു മുമ്പ് ഇങ്ങനെ അവരാരും കണ്ടിട്ടില്ല. ആ സമയത്ത് താലി തിരിച്ചെടുത്തു പോവുകയാണ് നീലൻ. തിരിഞ്ഞു നിന്ന് നോക്കുന്ന സമയത്ത് ഡെക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ പറയാണ്, ശ്യാമളിയാ, ഇതെന്താ ഇത്ര നേരം വൈകിയത്? വാ, ഞാൻ മാലയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. ഇനി ഈ കല്യാണത്തിന് പങ്കെടുത്താൽ മാത്രം മതി. അയാൾ ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ ശ്യാമ് പരിഹാസത്തോടെ പറയുന്നുണ്ട്, അതെ, ഇപ്പൊ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോ നീല ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ശ്യാം ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട്. അപ്പോ എല്ലാവരും പേടിയോടുകൂടിയും ഞെട്ടലോടുകൂടിയും ശ്യാമിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാധികയും ആ സമയത്ത് വന്നിട്ട് അവിടെ ഒളിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അവൾ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഇതെന്താ ഇവര് രണ്ടുപേരും മാലയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്? ശ്യാം ദേഷ്യത്തോടെ നടന്നു വന്നിട്ട് നീലന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തപ്പോൾ അവരൊക്കെ ആകെ ഞെട്ടിപ്പോയി. ശ്യാം, ഇതെന്താ ചെയ്യുന്നത്? ശ്യാം, ശ്യാം എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പിടിയിൽ ഒരു അപരിചിതത്വം നീലകണ്ഠന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ശ്യാമ ചോദിക്കുകയാണ്, എല്ലാവരും ചേർന്നിട്ട് എന്നെ പറ്റിച്ചല്ലേ? എന്ത് പറ്റിച്ചെന്നോ? എന്തൊക്കെയാ ശ്യാം നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, മനസ്സിലാവുന്നില്ല അല്ലേ? അതെ, മനസ്സിലാവില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നാൽ മതി, അത്രയല്ലേ ഉള്ളൂ അല്ലേ? എന്തൊക്കെയാ നീല ഈ സംഭവിക്കുന്നത്? എന്തൊക്കെയാ ശ്യാമ പറയുന്നത്? ഡെക്കിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ശ്യാമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്? ശ്യാം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇന്ദുവിനും നീലനും പെട്ടെന്ന് മനസ്സിലായില്ല. അവർ രണ്ടുപേരും പതറിക്കൊണ്ട് പരസ്പരം നോക്കുകയാണ്. അപ്പൊ ശ്യാം എണ്ണി എണ്ണി അവന്റെ ഓരോരോ വിഷമങ്ങൾ പറയാണ്. ഇന്നലെ രാത്രി വീട്ടിൽ ആരും അറിയാതെ ഇങ്ങനെ ഒരു കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോ അതിനെന്താ കുഴപ്പമില്ല, ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇതിന് മുൻപന്തിയിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്റെ കൂടെ ഓടിയതാ. അതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇന്ദുവും നീലനും. അപ്പോൾ രാധികയെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്ത്, വീട്ടിലുള്ളവരൊന്നും അറിയാതെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നോ? എന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ? ഇപ്പൊ കൂടി നിങ്ങൾക്ക് വേണ്ടി മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പൊ പോലും നിങ്ങൾക്ക് മനസാക്ഷി തോന്നിയില്ല അല്ലേ? ശ്യാം, അത് നീലനിങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പോ ഇന്ദു പറയുന്നുണ്ട്, ശ്യാം എന്തൊക്കെയാ നീ പറയുന്നത്? എന്തൊക്കെയാ നീ ചെയ്യുന്നത്? അപ്പോ ഇന്ദുവിനോട് ദേഷ്യത്തോടെയാണ് ശ്യാം സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചതിന് നിങ്ങൾ എനിക്ക് എത്ര വലിയ ദ്രോഹമാണ് ചെയ്തത്. അപ്പോഴേക്കും നീലൻ അവന്റെ കൈവിടിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാം, എന്നെ വിട്. ഞാൻ എന്ത് ചെയ്തു എന്നാ ശ്യാം? അയ്യോ ശ്യാം, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ ഇപ്പൊ സംഭവിച്ചത്? നീലൻ വീണ്ടും ചോദിക്കുകയാണ്. വേറെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചിരിച്ചു കളിച്ചുകൊണ്ട് നിങ്ങളുടെ കല്യാണത്തിന് ആശീർവദിച്ചിട്ട് പോട്ടെ. ശരി, ഇന്ദുവിനെ വിട്ടേക്ക്. അവൾ ഒരുപക്ഷെ രുക്മിണി അമ്മയുടെ കുടുംബത്തോട് വിശ്വാസത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നെ വിശ്വാസവഞ്ചന കാണിച്ചതായിരിക്കാം. അതിനവര് എന്ത് കാരണം പറഞ്ഞാലും ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നതേയില്ല. അപ്പോ ആകെ ഭയന്ന് നിൽക്കുകയാണ് നീലൻ. പക്ഷെ നീലകണ്ഠനെ നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട്, എൻ്റെ സഹോദരനായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നീയും എന്നോട് വിശ്വാസവഞ്ചനയല്ലേ ചെയ്തത്? അറ്റ്ലീസ്റ്റ് ഈ കാര്യം അറിഞ്ഞ ആ നിമിഷം നിനക്കെങ്കിലും വന്നിട്ട് എന്നോട് ഇക്കാര്യം ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീലന് ഏറെക്കുറെ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോ ശ്യാമ പറയുന്നുണ്ട്, ബ്രദർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും എന്നോട് വന്നിട്ട് പറഞ്ഞുകൂടായിരുന്നോ? ശ്യാമിന് മറുപടി കൊടുക്കാനാവാതെ നിൽക്കുകയാണ് നീലകണ്ഠൻ. അതിനേക്കാൾ ഉപരി ഇന്ദുവും. കാരണം കാര്യങ്ങളൊക്കെ ശ്യാമ മനസ്സിലാക്കിയെന്ന് അവർക്കൊക്കെ മനസ്സിലായി. പക്ഷേ രാധികയുടെ മനസ്സ് നിറയെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ശ്യാമ നീലനോട് പറയുന്നുണ്ട്,
നീ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെയല്ല ശ്യാം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ എവൻ എങ്ങനെ വേണമെങ്കിലും നിന്നോട്ടെ എന്ന് കരുതിയിട്ട് നിന്റെ കല്യാണത്തിന് മാല വാങ്ങാൻ എന്നെ തന്നെ പറഞ്ഞു വിട്ടല്ലോ. നന്നായിട്ടുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ മൊത്ത കുടുംബവും ഫ്രോഡാണെന്ന്. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷവും ഇത്രയും സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് കല്യാണം നടത്താനൊക്കെ നിനക്ക് എങ്ങനെ മനസ്സ് വന്നത്? നീലൻ തല താഴ്ത്തി അപമാനത്തോടെ നിൽക്കുകയാണ്. നിന്നെ ഞാൻ നല്ല ഒരുത്തനാണെന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷേ നീയും അവരെ പോലെ ഒരാളാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി തന്നു. ശ്യാം ശ്യാം ശ്യാം, നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീലം പതറി പതറി സംസാരിക്കുകയാണ്. പക്ഷേ നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് എന്ന് തോന്നുന്നു. അപ്പോൾ ശ്യാമ് പരിഹാസത്തോടെ ചിരിക്കുകയാണ്. ആ അതെ അതെ, നോക്ക് ശ്യാം, ഞാനും ഇന്ദു ഇക്കാര്യത്തെക്കുറിച്ച് നിന്നോട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. ഓ, എന്നിട്ട്? ദയവ് ചെയ്ത് നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും ശ്യാം. നമുക്ക് സമാധാനത്തോടെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താ നടന്നതെന്ന് ഞാൻ നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതുകൂടെ കേട്ടപ്പോൾ ശ്യാമിന് ദേഷ്യം അങ്ങോട്ട് കയറുകയാണ്. അയ്യോ, ഒന്ന് നിർത്ത് നീ. നാടിന് മുഴുവൻ സത്യം അറിഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് നീ ഇപ്പൊ വ്യക്താക്കി തരാൻ വരികയാണ് പോലും. ശ്യാമ് നീലകണ്ഠനോട് തട്ടിക്കയറുന്നത് കണ്ടപ്പോൾ ഒന്നും പറയാനാവാതെ നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇന്ദു ഉള്ളത്. ഇനി നീ സത്യവും വ്യക്താക്കി തന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്യാമ് തിരിച്ചു ചോദിക്കാണ് പരിഹാസത്തോടെ. അതിന് മറുപടി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു നീലകണ്ഠന്. അപ്പോൾ ശ്യാമ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ പറയണമെന്ന് വിചാരിച്ചതായിരുന്നെങ്കിൽ എപ്പോ പറയേണ്ടിയിരുന്നു? നീ ഇതാദ്യം തന്നെ കേട്ട ആ നിമിഷം നീ എന്നോട് വന്ന് പറയണമായിരുന്നു. നിന്നെയൊക്കെ ഞാൻ. ശ്യാമിന് ദേഷ്യം അരിച്ചു കയറുകയാണ്. മറുപടി ഒന്നും പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കാൻ ഇന്ദുവിനും നീലനും പറ്റുന്നുള്ളൂ. ആ കാട്ടിനകത്ത് വെച്ച് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ട് നീയും ഇവളും ചേർന്നിട്ട് ഒക്കെ മറച്ചു വെച്ചു അല്ലേ? ഇനി നീ എപ്പോ പറയാനാ ഉദ്ദേശിക്കുന്നത്? സൗപർണികയ്ക്ക് അപകടം പറ്റിയെന്ന് കേട്ടപ്പോ അവളെ പേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അതിനുശേഷമെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ശരി, അതിനുശേഷം നീ കാട്ടിനകത്ത് അകപ്പെട്ടപ്പോ എല്ലാ ദൈവങ്ങൾക്കും മുന്നിൽ പോയി നിന്നിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നീ ഒന്ന് രക്ഷപ്പെടണേ എന്ന്. അന്നപ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതും വേണ്ട. ഇന്നലെ രാത്രി നിനക്ക് താലി വാങ്ങിക്കാൻ വേണ്ടി നിന്റെ കൂടെ ഈ നാട് മുഴുവൻ ഞാൻ ചുറ്റിയില്ലേ, അപ്പൊ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഒന്നിനും മറുപടി ഇല്ലാതെ തല താഴ്ത്തി നിൽക്കാനേ നീലകണ്ഠനും ഇന്ദുവിനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ശ്യാം ഇങ്ങനെ വെട്ടിത്തിളച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരി, അതും വിട്ടേക്ക്. ഇന്ന് രാവിലെ എന്തോ എൻ്റെ കൂടെ പിറന്ന സഹോദരിയുടെ കല്യാണം പോലെ നിനക്കൊപ്പം മാല വാങ്ങാൻ വേണ്ടി ഓടിയില്ലേ? അപ്പോഴെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്നാ അപ്പോഴൊന്നും പറയാതെ നിന്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും നേരം നീ എന്നെ യൂസ് ചെയ്ത സമയത്ത് നിനക്ക് കുറച്ചുപോലും മനസാക്ഷി തോന്നിയില്ലേ? ശ്യാമിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. മറുപടി പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് നീലകണ്ഠനും ഇന്ദുവും ബാക്കിയുള്ള എല്ലാവരും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.